ചാത്തന്നൂരെയും ചടയമംഗലത്തെയും തോൽവിയിൽ CPI പഴിക്കുകയാണ് CPM. CPIയിലെ സംഘടനാ പ്രശ്നങ്ങളാണ് പരാജയത്തിന് കാരണമെന്നാണ് CPIഎമ്മിന്റെ അവലോകന റിപ്പോർട്ടിലെ വിമർശനം. സ്ഥാനാർത്ഥി നിർണയം പാളിയതിന്റെ പേരിൽ ഘടകകക്ഷികളെയും CPMന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. LDFനെ CPIക്കാർ പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന് ചാത്തന്നൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന R. രാജേന്ദ്രൻ 24നോട് പ്രതികരിച്ചു. LDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായ ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയും തോൽവിയിലാണ് CPIയെ പഴിക്കുന്നത്. CPIക്കകത്ത് നിലനിന്ന സംഘടനാപരമായ പ്രശ്നങ്ങളാണ് ചാത്തന്നൂർ ചടയമംഗലം പോലുള്ള മണ്ഡലങ്ങളിൽ പരാജയത്തിന് കാരണമായത്. ഇതാണ് CPIഎമ്മിന്റെ അവലോകന റിപ്പോർട്ടിലെ പരാമർശം. ചടയമംഗലം മണ്ഡലത്തിൽപ്പെട്ട കടക്കിൽ CPIയിലെ ഒരു വിഭാഗം വിട്ടുപോയതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതേപ്പറ്റി റിപ്പോർട്ടിൽ പരാമർശമില്ല. എന്നാൽ ചാത്തന്നൂരിലെ CPIയിൽ ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. CPIഎം റിപ്പോർട്ടിലെ വിമർശനത്തിനെതിരെ ചാത്തന്നൂരിലെ LDF സ്ഥാനാർത്ഥിയും CPI സംസ്ഥാന സെക്രട്ടറി അംഗവുമായ R. രാജേന്ദ്രൻ രംഗത്തെത്തി. കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു പൊതു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് LDFന് കുറച്ചെതിരായിരുന്നു. അപ്പോൾ അവിടെ വന്ന ജനങ്ങളുടെ ഇടയിൽ വന്ന ഒരു വിരുദ്ധ വികാരം BJPക്ക് അനുകൂലമായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. PMC വിവാദത്തിലും CPM റിപ്പോർട്ട് CPIയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. CPI സൃഷ്ടിച്ച വിവാദം BJPയുമായി അന്തർധാരയുണ്ടെന്ന UDF പ്രചാരവിലയ്ക്ക് സഹായകമായെന്നാണ് വിമർശനം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ മൂലമാണ് കൽപ്പറ്റ, എലത്തൂർ, കുട്ടനാട്, കോവളം തുടങ്ങിയ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റുകളിലെ തോൽവിക്ക് കാരണമെന്നും CPIയും വിമർശിക്കുന്നു. NCP, RJD, ISCD എന്നീ കക്ഷികൾക്കെതിരെയാണ് ഈ വിമർശനം. എന്നാൽ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റുപോയ കേരള കോൺഗ്രസ് എമ്മിനെക്കുറിച്ച് CPIഎമ്മിന്റെ റിപ്പോർട്ട് മൗനം പാലിക്കുകയാണ്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.